പിണറായി വിജയന് ശേഷം CPM-ൽ ആരുമില്ല, പിണറായിയെ പുറത്താക്കിയാൽ CPM കുഴിച്ചുമൂടപ്പെടും എന്നൊരു തോന്നൽ കോൺഗ്രസിനോ BJP-ക്കോ ഉണ്ട്. അത് ശരിയാണെന്ന് സാറിന് തോന്നുന്നു? അങ്ങനെ ഒരു നേതാവിന് ശേഷം ആ പാർട്ടി ഇല്ലെങ്കിൽ പാർട്ടി നിലനിൽക്കാൻ യോഗ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ സർവൈവൽ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അത് പിന്നെ ആ പാർട്ടി ഇല്ലാതാവുക എന്നുള്ളത്. ഒരു നേതാവിനെ മാത്രം ആശ്രയിച്ച ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാർട്ടികളൊന്നും അധികം ചരിത്രത്തിൽ നിലനിന്നിട്ടില്ല. ഒരു പാർട്ടിയുടെ പിന്നെ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് ആരാധക വൃന്ദത്തിൻ്റെ, സ്തുതിപാഠക സംഘത്തിൻ്റെ, ഉപജാപക സംഘത്തിൻ്റെ ഒരു കൂട്ടായ്മ മാത്രം. അതിന് നിലനിൽക്കാൻ അർഹതയില്ല, അതിന് പ്രാധാന്യമില്ല. അതാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി എന്ന് പറയുന്നത് എന്താ? ഒരു കൂട്ടായ്മ, പലതട്ടിലുള്ള നേതാക്കളുടെ ഒരു കൂട്ടായ്മ, അവരൊരു പൊതുവായിട്ടുള്ള തത്വശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവര് എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. സീനിയർ ആയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഒരു കേന്ദ്രീകൃത ജനാധിപത്യ മോഡലിൽ താഴെ തട്ട് മുതൽ മുകളിലറ്റം വരെ പോയിട്ട് ആ മുകളിലറ്റത്ത് തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ ആർക്കും അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് പാർട്ടി അച്ചടക്ക ലംഘനമാവും, അവരെ പുറത്തേക്ക് പോകും. അതാണ് ഈ കേന്ദ്രീകൃത ജനാധിപത്യം. അങ്ങനെ മറ്റൊരാളിനെ തെരഞ്ഞെടുക്കും. നമ്മളിപ്പോൾ ആരെങ്കിലും പറഞ്ഞു ആ ശൈലജ ടീച്ചർ ഇവിടെ ഭരിച്ചല്ലോ ആരോഗ്യമന്ത്രിയായിട്ട്, ഇത്രയും തിളങ്ങുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അതുപോലെ തന്നെ വീണ ജോർജ് ഇത്രയും മോശമാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ചാനലിലിരുന്ന് വലിയ മാധ്യമ പ്രവർത്തകരായിട്ട് വലിയ വാചകവാടി, ആ വാചകവാടി മാത്രമല്ലേ എപ്പോഴും തുടർന്നുള്ളൂ, കർമ്മപരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതുകൊണ്ടൊരു നേതാവ് ഉണ്ടാവുകയാണ്. നരേന്ദ്രമോദി ഇത്ര പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായി തീരുമെന്ന് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായി ഇറ്റലിയുടെ ജോർജി മെലണി പോലും ആരാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി തീരുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. അങ്ങനെ ചരിത്ര നിയോഗങ്ങളാണ് അവർ വരുന്നു. സാർ, ഒരു പിണറായി വിജയൻ പോയാൽ ഈ പാർട്ടി നശിച്ചു പോകും അല്ലെങ്കിൽ നശിക്കുമെന്ന് കരുതുന്നവരാണ് പിണറായിയെ ഒതുക്കണം, പിണറായി തീരും, പാർട്ടി തീരുമെന്ന് കരുതുന്നത്. അത് ശരി. അങ്ങനെ ഒന്നും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ വ്യക്തിപൂജ എന്ന് പറയുന്നത് ഒരു പിണറായി വിജയൻ പോയാൽ അതിനേക്കാൾ മികവുറ്റവര് CPM-ലേക്ക് കടന്നു വരും എന്ന് തന്നെ പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. പാർട്ടിയുടെ സുഘടിതമായിട്ടുള്ള പോക്കിന്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തികളെ ആരാധിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ RSS പറഞ്ഞ മാധ്യമങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ ഇത്രയും നേരെ തിരിയില്ലായിരുന്നല്ലോ. തിരിയില്ല. പ്രബലനായ EMS, ലോകം മുഴുവനും അറിയപ്പെട്ടിരുന്ന EMS, ബാലറ്റിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്ന മഹാനായ നേതാവ്, ലീഡർ ഓഫ് ദി ടോയിലിംഗ് മാസസ്, തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ. അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ശേഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നല്ലേ? എന്തായിരുന്നു കുഴപ്പം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതാക്കളില്ലാത്ത നേതൃദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പാടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പ്രസ്ഥാനത്തിന് അങ്ങനെ വരാനേ പാടില്ല. ലെനിന് ശേഷം സ്റ്റാലിൻ വന്നില്ലേ അവിടെ റഷ്യയില്? ഇപ്പോ ഷീ ജിൻപിങ്ങിന് ശേഷവും വേറൊരാൾ വരും. മാവോസെ ദുങ്ങിന് പിന്നാലെയും മറ്റൊരു നേതാവ് വന്നില്ലേ? അങ്ങനെയാണ് അതിന്റെ ചരിത്രം. കുടുംബാധിപത്യം അല്ല, ഇവിടെ കുടുംബത്തിൽ നിന്ന് ആരും അല്ല വരുന്നത്. സാർ, പിണറായിയെ ചോദ്യം ചെയ്യും, പിണറായി തെറ്റ് തിരുത്തേണ്ടതാണെങ്കിൽ തെറ്റ് തിരുത്തും എന്ന് ഈ 5 ദിവസത്തെ കമ്മിറ്റിക്ക് ശേഷം എന്ത് ഔട്ട്പുട്ട് ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് താങ്കൾക്ക് ഒന്ന് പറയാൻ പറ്റും? CPM-നകത്ത് അങ്ങനെ ഒരു നേതൃത്വ മാറ്റത്തെ കുറിച്ചുള്ള ചർച്ചപ്പെടുത്തൽ ഈ ഘട്ടത്തിൽ ഉണ്ടാവില്ല. ഈ ഘട്ടത്തിൽ ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ LDF-ല് ചിലരുടെ വാചകങ്ങൾ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മാത്രം ഉദ്ദേശിച്ചല്ല അവർ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി പരാജയത്തിന്റെ കാരണമായിട്ട് മറ്റു പലരെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. CPI തന്നെ അവരുടെ ഒരു വിലയിരുത്തൽ പിണറായി വിജയൻ മാറണം, മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ മാറണമെന്ന് മാത്രമല്ല പറഞ്ഞത്, അവരുടെ മന്ത്രിമാരെ വരെ എടുത്ത് തോട്ടിക്കളയണമെന്ന് പറഞ്ഞു. എടുത്ത് തോട്ടി സത്യമാണത്. സത്യമായിട്ടുള്ള വിശകലനമാണ് നടത്തിയത്. ഇത്രയും കഴിവുകെട്ട മന്ത്രിമാരില്ലെന്ന് അവര് തന്നെ പറഞ്ഞു. ഒരു കാലത്ത് ഈ ചന്ദ്രശേഖരൻ നായർ ജില്ലാ എക്സിക്യൂട്ടീവ് പറഞ്ഞതാ. പാവങ്ങളുടെ, ദരിദ്രരുടെ ദൈവമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ഈ ചന്ദ്രശേഖരൻ നായർ മാവേലി സ്റ്റോറുകൾ തുടങ്ങിക്കൊണ്ട് പാവപ്പെട്ടവന് വളരെ വില കുറച്ചുകൊണ്ട് തുടങ്ങിയ ആ മഹാനായ മനുഷ്യൻ അതിന് അപമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഭക്ഷ്യമന്ത്രി പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറുപടികളും സപ്ലൈകോയിൽ ഇല്ല സാധനങ്ങളെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയും മുൻ MLA-യുമായ ലതിക കുമാരി തന്നെ പറഞ്ഞു. അപ്പോഴും ഒരു ഉളുപ്പില്ലാത്ത മറുപടികളും പറഞ്ഞുകൊണ്ടാണ് താനൊരു കഴിവില്ലാത്ത ആളെയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളെ ഇദ്ദേഹം അഭിമുഖീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ VK രാജൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ, VV രാഘവൻ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള കൃഷിമന്ത്രി, കേരളത്തിലെ കൃഷിക്ക് ഊർജ പ്രസരം നൽകിയ മന്ത്രി, ആ മന്ത്രിക്ക് ശേഷം ഇപ്പൊ ഭരിക്കുന്ന മന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? P. പ്രസാദ് താങ്ങ് വില പോലും നൽകാൻ അദ്ദേഹം കഴിയുന്നില്ല. താങ്ങാൻ പറ്റുന്നില്ല ഭരണത്തിന്റെ പിടിപ്പുകേട്. അതുപോലെ തന്നെ
സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ ധൂർത്ത് മന്ത്രിസഭാ സാർ യോഗങ്ങൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴേ ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞുകൂടെ? ഉദ്യോഗസ്ഥരെ മാത്രമല്ല ആ മന്ത്രിസഭാ യോഗങ്ങളിൽ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും നിയന്ത്രിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. ഈ കിഫ്ബി എന്ന് പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനം കൊണ്ടുവന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ പരാജയമായിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ടാണ് ഈ ബാലപാൽ കിടന്ന് വെള്ളം കുടിക്കുന്നത്. ഇതൊക്കെ അപ്പൊ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അതെ, അതാകുമ്പോ തോമസ് ഐസക്കാണ്. ഇപ്പൊ തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ തോറ്റിട്ട് പറയുന്നു, വിലാപം നടത്തുന്നു. അതായത് ജനങ്ങളെ കേൾക്കണമെന്നൊക്കെ. അദ്ദേഹം എന്തിനായിരുന്നു ഈ കിഫ്ബി കൊണ്ടുവന്നത്? പാർട്ടിയുടെ ആളുകൾക്ക് തൊഴിൽ കേന്ദ്രത്തിന്റെ ഈ കേന്ദ്രം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കടമെടുപ്പിന്. ആ പരിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ആ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചെങ്കിൽ കേന്ദ്രത്തിന് ഇതുപോലെ മൂന്നാം ശക്തിയായിട്ട് ഉയരാൻ പറ്റൂ. അല്ലെങ്കിൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ ഒന്നായിട്ട് നാളെ മാറാൻ കഴിയും. പ്രൂഡൻസ്, ഇക്കണോമിക്കൽ പ്രൂഡൻസ് എന്നാണ് പറയുന്നത്. അത് പാലിക്കാതെയാണ് ശമ്പള കമ്മീഷനുകൾ കേന്ദ്രം പോലും നടപ്പാക്കുന്നതിന് മുമ്പേ ശമ്പള കമ്മീഷനുകളുടെ ശുപാർശകൾ ശമ്പള കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ആർക്കാ വോട്ട് ചെയ്തത്? താങ്കൾ ഈ പറഞ്ഞ ബ്യൂറോക്രസിയെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാർ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ സാർ, ഇവിടെ ഇപ്പം ഈ എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നുള്ള കണ്ടുപിടുത്തത്തിൽ ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വോട്ട് കിട്ടിയില്ലെന്നാ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ വോട്ട് കിട്ടാതെ വന്നിരിക്കുക. അതെ, ഉദ്യോഗസ്ഥർ ആണെങ്കിലും അച്ചടക്കം പാലിക്കുന്നുണ്ടോ? ഇത്രയും ശമ്പളം കൂട്ടിക്കൊടുത്തു, മര്യാദയ്ക്ക് ഓഫീസിൽ പഞ്ചിങ് ഉണ്ട്. സെക്രട്ടറിയൽ എന്ന് പറയുന്ന പഞ്ചിങ് യന്ത്രം തകരാറിലാക്കി ഇപ്പൊ അവിടെ ഉണ്ട്. പക്ഷെ കളക്ടറേറ്റുകളുണ്ടോ? സമയത്ത് ആൾക്കാർ വരുമോ? ഫ്രണ്ട് ഓഫീസിൽ എന്തെങ്കിലും സംശയം ചോദിക്കാൻ ചെന്നാല് 10 മണിയാണല്ലോ സമയം, 10 മണിക്ക് വരാറുണ്ടോ? ആഴ്ചയിൽ 5 ദിവസമാണല്ലോ. മര്യാദയ്ക്ക് സമയത്തിനെങ്കിലും ആരെങ്കിലും വരാറുണ്ടോ? മര്യാദയ്ക്കുള്ള ഒരു മറുപടി കിട്ടാറുണ്ടോ? റൈറ്റ് ടു ഇൻഫർമേഷനിൽ ആവശ്യപ്പെട്ടാൽ പോലും കൃത്യമായിട്ട് അറിയേണ്ട മറുപടി കൊടുക്കാറുണ്ടോ? ഫയലുകൾ വേഗത്തിൽ നാവുദോഷം എന്ന് പറയുമ്പോൾ എണ്ണിപ്പറയാൻ കുറെ കാരണങ്ങൾ ഈ ഭരണത്തിന് എതിരാവാൻ കാരണമായില്ലേ? 1, സപ്ലൈകോയിലെ വിഷയം. 2, പെൻഷൻ കിട്ടേണ്ടവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ വിദ്യാർത്ഥിയുടെ മരണം. ഇങ്ങനെ നിരവധി നമുക്ക് എണ്ണം പറയാൻ കാരണമുണ്ട്. അതായത് ഞാനിപ്പോ തുടക്കത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ശേഷം മറ്റൊരു നേതാവ് ഉണ്ടാവില്ലേ എന്ന് തിരിച്ച് ഞാൻ ചോദിച്ച എനിക്കൊരു ചോദ്യം സാറിനോട് ചോദിക്കാനുള്ളത്, സർ, SFI എന്ന് പറയുന്ന CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയെ നിയന്ത്രിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയല്ലേ? കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം ഞാൻ നമ്മുടെ ഒരു കേട്ടറിവ്, യുവജന സംഘടനകളുടെ നിയന്ത്രണം കോടിയേരി നിയന്ത്രിച്ചിരുന്നു എന്ന് കേട്ടിരുന്നു. കോടിയേരി എന്നൊരു നേതാവിന്റെ മരണശേഷം DYFI എവിടെ? SFI എവിടെ? SFI എന്ന് പറയുന്നത് ഒരു കൂട്ടം ക്രിമിനലുകളുടെ ഒരു വിഹാരമായില്ലേ? ഇങ്ങനെ എണ്ണം പറഞ്ഞ കുറെ കാരണങ്ങൾ. വെറും 6 ലക്ഷം പാർട്ടി മെമ്പർമാര് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ താഴെ പാർട്ടി മെമ്പർമാര് അല്ല കേരളത്തിൽ ഉള്ളത് എന്ന് CPM മനസ്സിലാക്കാത്തത് കൊണ്ടാ അല്ലേ അവർക്ക് മുഖത്ത് കിട്ടി അടി എന്ന് പറഞ്ഞുകൂടെ? ഇതുകൂടെ സാർ പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കും. 100% യോജിക്കുന്നു. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം നമ്മുടെ മധ്യ കേരളത്തിലെ ഒരു സ്ഥലത്ത് അവിടെ വെച്ച് ഒരു പള്ളിയിൽ കയറി കാറിന്റെ കുറെ കുസൃതികൾ കുറെ ചെറുപ്പക്കാർ നടത്തി. കാറിന്റെ കുറെ കുസൃതികൾ. ആ സമയത്ത് പിണറായി വിജയനോട് മലബാറിൽ ചെന്നപ്പോൾ ഒരു നേതാവ് ചോദിച്ചു, എന്ത് പോലീസ് അവരോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി, അച്ചടക്കമില്ലാതെ? യാത്ര അല്ലല്ല, അവിടെ മലപ്പുറത്തുള്ള ഒരു യോഗത്തിൽ തുറന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് എന്ത് തെമ്മാടിത്തമാണ് കുട്ടികൾ കാണിച്ചത് ഓർക്കുന്നുണ്ടോ? പള്ളിമുറ്റത്ത് പള്ളിയിൽ അച്ഛന്റെ വികാരിയുടെ അനുവാദമില്ലാതെ കാറുകൾ കയറ്റി അവിടെ ഇങ്ങനെയുള്ള ഈ ആഘോഷങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ, തോന്നിയവാസങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ശക്തി പിണറായി വിജയനുണ്ട്. ഇരട്ടച്ചങ്കൻ എന്നറിയപ്പെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്. പക്ഷേ തൻ്റെ പാർട്ടിയുടെ പോഷക സംഘടന ആണ് ഫലത്തിൽ അവർ സമ്മതിക്കുകയില്ല. DYFIയുടെ പ്രവർത്തകർ വന്നിട്ട് കേരള യാത്ര ബസ്സിൽ നടത്തിയ സമയത്ത് ആ സമയത്ത് അവിടെ വന്ന അവര് അതിനെതിരെ കരിങ്കൊടി കാണിച്ചു എന്ന കുറ്റത്തിന് കാണിക്കാമല്ലോ. കറുത്ത മാസ്ക് പോലും ധരിക്കാൻ പറ്റില്ലായിരുന്നു ആ കാലത്ത്. കറുത്ത വസ്ത്രം ധരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇവര് പറയുന്നുണ്ട് പക്ഷി നമുക്ക് അവനവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അതായത് ബീഫും ഒക്കെ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന്. കറുത്ത മാസ്ക് ഇടാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കില്ലേ? കറുത്ത വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കില്ലേ? എന്തേ അവര് വെച്ചു കൊടുക്കുക? അവരെ തല്ലി DYFIക്കാർ അവരെ പീഡിപ്പിച്ചു. എന്നിട്ട് തന്റെ കൂടെ ഇരുന്ന ഗൺമാനെ വിട്ട് തല്ലിച്ചു.
എന്നിട്ട് അന്ന് കാണിച്ചത് തെമ്മാടിത്തരമാണ്. എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങൾ സാറിനോട് കാണിക്കുന്നത്? എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരും, നിഷ്പക്ഷതയുടെ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ എനിക്ക് പറയേണ്ടി വരും. തെമ്മാടിത്തരമാണ് നിങ്ങൾ കാണിച്ചതെന്ന് പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിക്കുന്നതിന് പകരം ഈ നിമിഷം വരെ കേസ് നടപടികളൊന്നും പോയിട്ടില്ല. രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്ന് പറഞ്ഞു. അങ്ങനെയാണോ വേണ്ടത്? ആ രക്ഷാപ്രവർത്തനമാണ് പരാജയകാരങ്ങളിൽ പ്രമുഖമായിട്ടുള്ളത്. ആ രക്ഷാപ്രവർത്തനം അന്ന് നടത്താതെ അവരെ തെമ്മാടിത്തമായിട്ട് തന്നെ കോളിങ് എ സ്പെയ്ഡ്, തൂമ്പയെ തന്നെ വിളിക്കാനുള്ള ഒരു തൻ്റെ ഇടമാണ് പാർട്ടിയുടെ നേതൃത്വം കാണിക്കേണ്ടത്. എല്ലാ തോന്നിയവാസങ്ങളെയും കോളേജിൽ ആ കുട്ടിയെ നിഷ്കരണം, ആ ഒരു കൊലപാതകമാണ്. ആ കേസ് തന്നെ എങ്ങനെയാണ് പോയത്? വെറും ഭീകരവാദികളെ പോലെ ഇപ്പൊ SDP അംഗങ്ങളാണ് കൂടുതൽ CPM ഉള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ സത്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് അല്ലെങ്കിൽ CPM കൊള്ളാം, അല്ലെങ്കിൽ CPM കട്ടപ്പുകയായിരിക്കും നാളത്തെ ഭാവി എന്നുള്ള സംശയമില്ല. SDPI അതുപോലെ തന്നെ PF ഇപ്പൊ അവർക്ക് വേറെ പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് CPM ഇരുന്നാണ് അവരുടെ വോയിസ് കേൾപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പാർട്ടി നശിച്ച് നാറാണക്കൽ വെക്കും. PF ആദർശം വെച്ചുകൊണ്ടൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലവിൽ വന്നു. ഇടപെടുമെന്ന് മാത്രമല്ല, അവര് വേണ്ടതുപോലൊക്കെ ചെയ്യും. NIA ഒക്കെ ഇടപെട്ട് വേണ്ടതുപോലൊക്കെ ചെയ്യും. ഒരു സംശയമില്ല. ഏത് പാർട്ടി മാളത്തിൽ, ഏത് പാർട്ടി ഗ്രാമത്തിൽ പോയി ഒളിച്ചാലും പൊടുന്നനവേ വന്നിട്ട് അവർ പൊക്കിയെടുത്ത് റാഞ്ചി കൊണ്ട് പോകും. കോഴിക്കുഞ്ഞിനെ പരുന്ത് ആകാശത്തിൽ നിന്ന് വന്ന് റാഞ്ചി എടുക്കുന്ന പോലെ അവർ ചെയ്തോളും. അതുകൊണ്ട് അവരെ കൊണ്ട് അവരുടെ വോയിസ് അവിടെ തെമ്മാടിത്തത്തെ SDPI ആയാലും ശരി, PF പഴയ PF പുതിയ അനുയായികൾ CPM ഉണ്ടെങ്കിൽ അവരായാലും ശരി, അവരോടെല്ലാം തെമ്മാടിത്തം കാണിച്ച തെമ്മാടിത്തം. അതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഗുണം, പറയാനുള്ള തന്റെ. നമുക്ക് ഒന്നും കൂടെ ചോദിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. ഒരു പിണറായിക്ക് ശേഷം മറ്റൊരു പിണറായി ഉണ്ടാകുമോ? CPM ഇനി എതിർക്കുന്ന ഒരു ശബ്ദം ഉണ്ടാകില്ലേ എന്ന ഭയമാണോ? അതോ പിണറായി എന്ന് പറയുന്ന കമ്മ്യൂണിസം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനെ ഭയക്കുന്നത് കൊണ്ടാണോ CPM അദ്ദേഹത്തിനെതിരെ ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം പാർട്ടി കമ്മിറ്റിയിൽ ഉണ്ടായതായി അറിയില്ല. ഇനി നാളെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഏകാധിപതിയെ പാർട്ടിക്കകത്തുള്ളവർ ഭയക്കുന്നതുകൊണ്ടാണോ? അതിനൊരു മാറ്റം ഉണ്ടാകുമോ? ഞാൻ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കമ്മ്യൂണിസത്തിന്റെ അപജയത്തിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. അപ്പൊ ഞാൻ നോക്കൂ, ലെനിൻ ആദ്യ അധികാരത്തിൽ വന്നു, പിന്നെ സ്റ്റാലിൻ വന്നു. പക്ഷെ ലെനിനെ പോലെ ആയിരുന്നില്ല സ്റ്റാലിൻ. അപ്പൊ സ്റ്റാലിനെ പോലെ ആയിരുന്നില്ല പിന്നെ വന്ന ക്രൂഷ്ചേവ്. അപ്പൊ ഈ പാർട്ടിയിൽ വന്ന ഒരു സ്റ്റാലിനാണ് പിണറായി വിജയൻ എന്നുള്ളത് സംശയമില്ല. അപ്പൊ സ്റ്റാലിന്മാർ മാത്രമേ ഈ പാർട്ടിയെ നയിക്കൂ, അങ്ങനൊന്നുമില്ല. ഇനി ഒരു ക്രൂഷ്ചേവ് വരും, വേറൊരാൾ വരും, പാർട്ടിയെ മുന്നോട്ട് നയിക്കും. പാർട്ടിയുടെ തന്നെ ഏറ്റവും വലിയ നിധിയായിരുന്നല്ലോ VS അച്യുതാനന്ദൻ, EK നായനാർ. പിണറായി തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണല്ലോ അത്. അവരുടെ ശൈലി വേറെയാണ്. അതുപോലെ ശൈലിയുള്ള ജനങ്ങൾക്ക് പ്രിയങ്കരനാവുന്ന ഏറ്റവും ജീവിച്ചിരിക്കുന്ന പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അതുപോലുള്ള നേതാക്കൾ ഇനിയും ആ പാർട്ടിയുടെ അമരത്ത് വരുമെന്നും അത് വീണ്ടും ശോഭനമായിട്ടുള്ള ഒരു കാലം വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം EMS ശരീരത്തിനെ എതിർത്ത ആ സമയത്താണ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ വർഗീയ മുന്നണിയാണ്. ഇടതുപക്ഷ പാർട്ടികൾ മാത്രമുള്ള മുന്നണിയായിരുന്നു അന്ന്. ഇപ്പോൾ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗിന്റെ മറ്റൊരു വിഭാഗം എന്നിവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു പാർട്ടിയാണിത്. ഇത് ഇടതു പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയല്ല ഇടതു പാർട്ടിയുടെ ഘടന എന്നും പറയേണ്ടി വരും.